ഈ വിരല് കണ്ടോ നീ? കാഞ്ചി വലിക്കുന്ന വിരലാ. കാട്ടി കയറി കൊമ്പനാനയുടെ കണ്ണി വെടിപൊട്ടിക്കുന്നവനായി കറിയ. നിനക്കറിയത്തില്ല, കറിയായി നിനക്കറിയത്തില്ലടാ എന്ന് ആക്രോശിക്കുന്ന ഏകലമിലെ ചേറാടി കറിയിൽ നിന്നും വില്ലനിസത്തിന് മറ്റൊരു മാനം നൽകിയ റാംജി റാവുവിൽ നിന്നും യാതൊരു കരുണയുമില്ലാതെ എതിരാളിയുടെ നെറ്റ് പൊളിക്കുന്ന അപ്പിച്ചായയിൽ നിന്നും നായകനായും വില്ലനായും അതിൽ തന്നെ പയറ്റി തെളിഞ്ഞ രാഷ്ട്രീയക്കാരനായും കളിയറിയുന്ന കച്ചവടക്കാരനായും ചേരുമാറാൻ സമർത്ഥനായ ബ്യൂറോക്രാറ്റായും ആടിത്തെളിഞ്ഞ മലയാളത്തിന്റെ കുട്ടേട്ടൻ വിജയരാഘവൻ. തോൽക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പുവേട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി എന്ന് പറയുന്ന കുസൃതിക്കാരി ദമയന്തിക്ക് മുമ്പും പിമ്പുമായി എത്തിയ എണ്ണി തികയ്ക്കാനാകാത്ത അത്ര വേഷങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ അമ്പരപ്പിച്ച മലയാളത്തിൽ നിന്നും ഇതാ ഒരു നായിക എത്തുന്നു. മറ്റു നടിമാർ ജാഗ്രതയെന്ന് തമിഴ് മാഗസിനെ കൊണ്ട് പറയിപ്പിച്ച കാലം തന്റെ സിംഹാസനം മറ്റൊരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ലെന്ന് ഓർമ്മിപ്പിച്ചെത്തിയ മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശി. എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ആ പറഞ്ഞ അപ്പുക്കുട്ടനായും എന്തിനാ പഠിക്കുന്നതെന്നറിയാത്ത നിയമ വിദ്യാർത്ഥി മായൻകുട്ടിയായും ലോക്കറിന്റെ താക്കോൽ ഭദ്രമായി സൂക്ഷിച്ച കാക്കക്കുയിലെ ട്യൂട്ടിയായും മലയാളികളെ പരിസരം മറന്ന് പൊട്ടിച്ചിരിപ്പിച്ച ഹാസ്യതാരത്തിൽ നിന്നും നായിക വേഷങ്ങളിൽ തമാശകൾക്കപ്പുറം ഗൗരവ കാഴ്ചകളും അവതരിപ്പിച്ച ജഗദീഷ്. മൂന്ന് പേരുടെയും അഭിനയ ജീവിതത്തിലെ ഏറ്റവും പീക്ക് പോയിന്റ് ആയിരുന്നു 2024. പൂക്കാലത്തിലൂടെ വാർദ്ധക്യം ഈസ് നോട്ട് ഔട്ട്ഡേറ്റഡ് എന്ന് കാണിച്ച വിജയരാഘവന് അപ്പുപിള്ള എന്ന ഒരൊറ്റ കഥാപാത്രം മതി ഈ വർഷത്തെ അടയാളപ്പെടുത്താൻ. സുപ്രീമസി ഊട്ടിയുറപ്പിക്കും വിധം ഏറ്റവും ഒടുക്കം സ്റ്റൈലിഷ് ആയി തന്നെ കുഴിവേലിൽ ലോനപ്പനും എത്തി. അപ്പുപിള്ളയുടെ ഏറ്റവും മൈന്യൂട്ട് എക്സ്പ്രഷനുകൾക്ക് പോലും അർത്ഥമുണ്ടായി. അയാളുടെ ഒരു നോട്ടത്തിന്, നടത്തത്തിന്, നിശബ്ദതയ്ക്ക് പറയാനുള്ളിലേറെ കഥകൾ ബാക്കിയുണ്ടെന്ന് കാണുന്നവർക്ക് കത്തും. നിഷേധിയായ ഗൗരവക്കാരനായ അച്ഛൻ, അയാൾക്കുള്ളിലെ മാനസിക സംഘർഷങ്ങൾ അപ്പുപിള്ളയെ വില്ലനോ എന്ന് സംശയിപ്പിക്കുന്ന നായകനാക്കി. നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞ് കൂളായി നടന്നുപോയ മുണ്ടയ്ക്കൽ രാജേന്ദ്രനിൽ നിന്നും മൈ നെയിം ഇസ് റാവു, റാംജി റാവു സ്പീക്കിംഗ് എന്നൊരു ഫോൺ വിളിയിൽ വില്ലനിസത്തിന്റെ മറ്റൊരു ഭാവം അടയാളപ്പെടുത്തിയ വിജയരാഘവൻ വില്ലനിസത്തിന്റെ ആർക്കും എത്തിപ്പിടിക്കാനാവാത്തൊരു കൊമ്പായിരുന്നു. അതേ കാലത്ത് തന്നെയാണ് നായകന്റെ അനുയായിയായും തന്ത്രമറിയുന്ന CID മൂസയിലെ പോലീസുകാരനായും ഗൗരവത്തോടെ സ്ക്രീനിൽ വന്നു നിന്ന് പ്രേക്ഷകരിൽ പൊട്ടിച്ചിരി സമ്മാനിച്ച ഹാസ്യ നടനായും ആ മനുഷ്യൻ മാറിയത്. കാലം പോകെ വൃദ്ധവേഷങ്ങൾ കൂടുതലായും അയാളെ തേടിയെത്തി. അതും സസന്തോഷം സ്വീകരിച്ച ആ നടൻ ഒരിക്കലെങ്കിലും മമ്മൂട്ടിയുടെ അച്ഛനാവണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് ആവർത്തിച്ചു. പരിഭവവും കുശുമ്പും ദേഷ്യവും വാശിയും കുട്ടിത്തവും ഗൗരവവും പ്രണയവും വഞ്ചനയും തുടങ്ങി ഏത് ഭാവവും ഒരു ആക്ഷനും കട്ടിനുമിടയിൽ അസാമാന്യമായി പ്രതിഫലിപ്പിച്ച ഉർവശിക്കും ഈ വർഷം തിയേറ്ററിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ആർത്തിരമ്പി പെയ്യുന്ന മഴയോളം മൂടിക്കെട്ടിയ ആകാശത്തോളം കലുഷിതമാകുന്ന ലീലാമ്മ, മുട്ടറ്റം വെള്ളം കയറി നിൽക്കുന്ന ആ വീട്ടിലേക്ക് മകന്റെ ശവമഞ്ചം എത്തുമ്പോൾ മൂടി നിൽക്കുന്ന കാർമേഘത്തോളം വിങ്ങലോടെ ലീലാമ്മയുടെ ഒരു വരവുണ്ട്. തോമസ് കുട്ടിക്ക് മേൽ അവരുടെ കൈകൾ ഓടുമ്പോൾ കാണുന്നവരുടെ ഉള്ളൊന്നു പിടയും. തൊട്ടടുത്ത കസേരയിൽ നിസ്സംഗയായി അവരിയ്ക്കുമ്പോൾ കവിള് കുതിരും പോലെ കണ്ണീരൊഴുകും. അത് കൺമുന്നിൽ കുട്ടനാട്ടുകാരി ലീലാമ്മയ്ക്ക് പിന്നിലുള്ളത് ഉർവശി എന്ന നായികയായതുകൊണ്ടുകൂടെയാണ്. ഉള്ളൊഴുക്കിന് മുമ്പ് തന്നെ പാരഞ്ജിത്തിന്റെ നീലം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജെ ബേബിയും പുറത്തിറങ്ങിയിരുന്നു. മക്കൾ അറിയാതെ ഒളിച്ചോടി പോകുന്ന ജെ ബേബി എന്ന അമ്മ. കഥയ്ക്ക് പ്രേക്ഷകരെ പിടിച്ചിരുത്താനായില്ലെങ്കിലും ഉർവശിയുടെ പ്രകടനം പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി. കഴിഞ്ഞ വർഷാവസാനം പുറത്തിറങ്ങിയ നേരിൽ തുടങ്ങി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ മാർക്കോ വരെ 2024 അവസാനിക്കുമ്പോൾ ജഗദീഷ് ഭാഗമായ 8 ചിത്രങ്ങളാണ് തിയേറ്ററിൽ നിറഞ്ഞോടിയത്. വില്ലൻ വേഷത്തിലെത്തിയ എബ്രഹാം ഓസ്ലറും മാർക്കോയും, അച്ഛൻ വേഷങ്ങളിൽ വാഴയും ഗുരുവായൂർ അമ്പലനടയിലും ഹലോ മമ്മിയും, കിഷ്കിന്ധാകാണ്ഡത്തിലെ സുമദത്തൻ, മണിയന്റെ വലംകൈയായ കൊല്ലം നാണു, അങ്ങനെ ഈ വർഷം വിജയം കണ്ട സിനിമകളിലെല്ലാം ജഗദീഷ് എന്ന നടന് സുപ്രധാന വേഷങ്ങളാണ് കാത്തിരിപ്പുണ്ടായത്. കാക്ക കുളിച്ചാൽ കൊക്കാവുമോ എന്ന റിവ്യൂ മാഗസിനുകൾ ആദ്യ നായക വേഷത്തെ പരിഹസിച്ച കാലത്തു നിന്നും മിനുക്കിയെടുത്ത തന്റെ സിദ്ധി കൊണ്ട് കയ്യടി നേടുകയാണ് താരം. അന്ന് സിനിമയിലെ പ്രകടനം കൊണ്ട് മാത്രമല്ല, ചില നിലപാടുകൾ കൊണ്ടുകൂടെയാണ്. മാറ്റം അനിവാര്യമാണെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കാൻ തുടങ്ങുന്ന കാലത്ത് ആ മാറ്റങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടുകൂടെയാണ് ഈ വർഷം ജഗദീഷ് അടയാളപ്പെടുത്തുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പുറകെ പ്രമുഖ നടന്മാർക്കും സംവിധായകർക്കുമെല്ലാം ആരോപണം നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും, പക്ഷെ എനിക്ക് ഉത്തരമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ സൂപ്പർ താരങ്ങൾ നിർബന്ധിതമായപ്പോൾ ജഗദീഷ് തന്റെ നയം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, നടിമാർക്ക് ഇത്തരം പരാതികളുണ്ട്, വാതിലിൽ മുട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. വാതിൽ മുട്ടി എന്നൊരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം.
ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം. അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞൊഴിയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് എല്ലായിടത്തും നടക്കുന്നതല്ല എന്ന് പറഞ്ഞൊഴിയുന്നത് പരിഷ്കൃത സമൂഹത്തിന് നല്ലതല്ല എന്നാണ് ജഗദീഷ് പറഞ്ഞത്. ബാധിക്കപ്പെട്ടവരുടെ വിഷമങ്ങൾ അവർക്ക് മാത്രമാണ് അറിയുന്നത്. അതിനെ പരിഹസിക്കുന്നത് ശരിയല്ല എന്നുകൂടെ പറഞ്ഞ ജഗദീഷ് അമ്മയിലെ ഒരു തിരുത്തൽ ശക്തിയായി. ഉർവശിയും ഒപ്പമെത്തിയിരുന്നു. ഒരു സ്ത്രീ തന്റെ നാണവും ലജ്ജയും വിഷമവും എല്ലാം മറന്ന് ഒരു കമ്മീഷന്റെ മുന്നാകെ കൊടുത്ത മൊഴിക്ക് വലിയ വില കൊടുക്കണം. ഒരു നടി എന്ന നിലയിൽ ആ സ്ത്രീകൾക്കൊപ്പം ഞാൻ എന്നും ഉണ്ടാകും. ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് ഒരു നോട്ടം പോലും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് വലിയ കള്ളമാകും. പക്ഷെ എനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ആളുണ്ടായിരുന്നു. എല്ലാവരുടെയും സാഹചര്യം അതല്ല എന്നായിരുന്നു ഉർവശിയുടെ നിലപാട്. റിപ്പോർട്ട് പുറത്തു വരാൻ ഇത്രയും കാലമെടുത്തു. അതിനാസ്പദമായ സംഭവം നടന്നത് അതിനും 2 വർഷം മുമ്പാണ്. അതുകൊണ്ട് അമ്മ സംഘടനയ്ക്ക് പഠിച്ചിട്ട് പറയാമെന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാവില്ല. കൃത്യമായ നിലപാടെടുക്കണമെന്നും ഉർവശി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2024 അവസാനിക്കുമ്പോൾ പുതിയ കാലത്തിന് തൊഴുക്ക് സുഗമമാക്കുകയാണ് മലയാളത്തിന്റെ സുവർണകാല താരങ്ങൾ. സിനിമയ്ക്കകത്തും പുറത്തും കയ്യടി നേടുകയാണ് ഇവരടക്കമുള്ളവർ. ഒരു മടങ്ങിവരവിലൂടെ ഓളം സൃഷ്ടിക്കുക കൂടിയാണ് ഇട്ടിയാനമായി വാണി വിശ്വനാഥ്. ഇത് മാറ്റത്തിന്റെ കാലമാണെന്ന് ഒരു തലമുറ ഒന്നിച്ചു നിന്ന് പറയുന്നു. പാൻഡമിക്കിന് ശേഷം മമ്മൂട്ടി എന്ന നടന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും തേച്ച് മിനുക്കുന്ന അഭിനയ ശൈലികളും പുതിയ സംവിധായകരിൽ അദ്ദേഹം കണ്ടെത്തുന്ന മലയാള സിനിമയുടെ ന്യൂ വേവിലേക്കുള്ള നടത്തവും എല്ലാം ശ്രദ്ധിക്കപ്പെട്ടു. കാലത്തിന്റെ പിടിയിൽ നിന്നുപോവാതെ സിനിമ ചലിക്കുന്നതിനോടൊപ്പം അഡ്വാൻസ്ഡ് ആകുന്ന മമ്മൂട്ടി അടക്കമുള്ള തലമുറയെ അഭിമാനത്തോടു കൂടിയാണ് രാജ്യം അടയാളപ്പെടുത്തുന്നത്. മലയാള സിനിമയിലെ ജനറേഷൻ ഗ്യാപ്പിനെ കളിയാക്കിയ സോഷ്യൽ മീഡിയ ട്രോൾ പേജുകളെ കൊണ്ട് കാണടാ ഇതാണടാ നമ്മുടെ തന്ത വൈബ് എന്ന് തിരുത്തി എഴുതിപ്പിച്ച വർഷം 2024.